കുട്ടികളിൽ ഉണ്ടാവുന്ന കൂർക്കമ്പലി കുറിച്ച് പറയാം. സാധാരണഗതിയിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ശ്വാസം പോകേണ്ടത് മൂക്കിലൂടെയാണ്. അതാണ് യഥാർത്ഥമായ ശ്വാസം എടുക്കുന്ന രീതി. പക്ഷേ മൂക്ക് അടഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂക്കിൻ്റെ അകത്ത് തൊണ്ടയുടെ മേൽഭാഗത്തോ എന്തെങ്കിലും രീതിയിൽ തടസ്സമുണ്ടാകുമ്പോഴോ മൂക്കിൽ കൂടി ശ്വാസം വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. കുട്ടികളിൽ ഇത് സാധാരണഗതിയിൽ കാണുന്നത് അഡിനോയിഡ് ഗ്രന്ഥി വീക്കം വെച്ച് അടഞ്ഞു വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾ മലർന്ന് കിടക്കുമ്പോൾ മൂക്കിൽ കൂടെ ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനെയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയും. ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി മനസ്സിലാക്കാനായിട്ട് നമുക്ക് യൂഷ്വലി ഒരു ചെറിയ എൻഡോസ്കോപ്പ് മൂക്കിലൂടെ ഇട്ട് അഡിനോയിഡിൻ്റെ സൈസ് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ചെറിയ രീതിയിലുള്ള അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഒക്കെ തന്നെ മരുന്ന് സ്പ്രേ പോലുള്ള മരുന്നുകൾ വഴി സുഖപ്പെടും. അതല്ല, വലിയ രീതിയിൽ അഡിനോയിഡ് അടഞ്ഞു കഴിഞ്ഞാൽ വിട്ടുമാറാതെ മൂക്കടപ്പ്, ജലദോഷം എന്ന് മാത്രമല്ല, കൂടുതലായി വാ തുറന്നുറങ്ങുന്നത് കൊണ്ട് തന്നെ മുഖത്തിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും. അതായത് നമ്മളുടെ മുൻവരി പല്ലുകൾ ഉന്തി വരികയും മോണ തന്നെ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. അതുകൊണ്ട് മുഖത്തിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും. മാത്രമല്ല, ചെവിയിൽ നിന്ന് മൂക്കിലേക്കുള്ള ട്യൂബ് അടഞ്ഞു കഴിഞ്ഞാൽ ചെവിക്കകത്ത് ഫ്ലൂയിഡ്, കഫം നിറയുകയും അതുവഴി കേൾവിക്കുറവ് വരികയും ചെയ്യും. ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ ചെവിക്കകത്ത് നിന്ന് പാട പൊട്ടി ഒലിക്കാം. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരം കുട്ടികൾ സ്ഥിരമായി വായിൽ കൂടെ ശ്വാസം വലിക്കുകയും കൂർക്കം വലി ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ വളരെയധികം കുറവായിരിക്കും. അപ്പം ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നതുകൊണ്ട് തന്നെ ബ്രെയിനിൽ ഹൈപ്പോക്സിയ ഉണ്ടാവും. അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ പോലും ഇത് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. പഠന വൈകല്യത്തിലേക്ക് വരാം. കുട്ടിക്ക് എപ്പോഴും ഒരു ഉഷാറില്ലായ്മ, എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകാം. അതുകൊണ്ട് നല്ല ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഗ്രേഡ് 3, ഗ്രേഡ് 4 ഒക്കെ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ അഡിനോയിഡിനെ എടുത്തു കളയണം. അഡിനോയിഡക്ടമി, അത് യൂഷ്വലി കൊബ്ലേഷൻ എന്ന് പറയുന്ന മെത്തേഡോടുകൂടി ഇതിനെ കരിയിച്ച് കളഞ്ഞുകൊണ്ട് എടുത്തു കളയുകയാണ് പതിവ്. അങ്ങനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സുഖമായി മൂക്കിലൂടെ ശ്വാസോച്ഛ്വാസം ചെയ്യാം. ഇത് ഒരു ഡേ കെയർ സർജറി മാത്രമാണ്. രാവിലെ അഡ്മിറ്റായി അല്ലെങ്കിൽ തലേദിവസം വൈകുന്നേരം അഡ്മിറ്റായി രാവിലെ ചെയ്താൽ വൈകുന്നേരത്തോടു കൂടി കുട്ടികൾക്ക് വീട്ടിൽ പോകാം. ഹാർഡ്ലി ഒരു 1 വീക്കിൻ്റെ റെസ്റ്റ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ കൂർക്കം വലിയുള്ള കുട്ടികൾ, വാ തുറന്നുറങ്ങുന്ന കുട്ടികൾ തീർച്ചയായും നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കുക, അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക.